Yet the Bastille was hated by all because it stood for the despotic power of the king. ഈ ബാസ്റ്റൈൽ എന്ന കോട്ടയെ എല്ലാവരും വെറുത്തിരുന്നു, കാരണം അത് രാജാവിൻ്റെ സ്വേച്ഛാധിപത്യപരമായ ഭരണത്തിന് അനുകൂലമായിട്ടുള്ളൊരു കോട്ടയായിരുന്നു അത്. The fortress was demolished and its stone fragments were sold in the markets. ഈ കോട്ട തകർക്കപ്പെടുകയും അതിൻ്റെ കൽച്ചീളുകൾ മാർക്കറ്റിൽ എന്ത് ചെയ്തു, വിൽക്കപ്പെടുകയും ചെയ്തു. ടു ആൾ ദോസ് ഹു വിഷ്ഡ് ടു കീപ്പ് എ സോവനിയർ ഓഫ് ദിസ് ഡിസ്ട്രക്ഷൻ, അതിൻ്റെ തകർച്ചയുടെ ഓർമ്മ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അതെന്ത് ചെയ്തു, വിൽക്കപ്പെട്ടു എന്നുള്ളതാണ്. ദ ഡേയ്സ് ദാറ്റ് ഫോളോഡ് സോ മോർ റേറ്റിംഗ് ബോത്ത് ഇൻ പാരീസ് ആൻഡ് ദ കൺട്രി സൈഡ്. അടുത്ത ദിവസങ്ങളിൽ പാരീസിലും മറ്റു രാഷ്ട്രത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലും ഒരുപാട് സംഘടനകൾ ഉണ്ടായി എന്നുള്ളതാണ്. മോസ്റ്റ് പീപ്പിൾ വെർ പ്രൊട്ടസ്റ്റിംഗ് അഗെയിൻസ്റ്റ് ദ ഹൈ പ്രൈസ് ഓഫ് ബ്രെഡ്. ഒരുപാട് ആളുകൾ ഈ ബ്രെഡിൻ്റെ അമിതമായ വിലക്കെതിരെ ആളുകൾ എന്ത് ചെയ്തു, ശബ്ദിച്ചു എന്നുള്ള. മച്ച് ലേറ്റർ when historians looked back upon this time, they saw it was the beginning of a chain of events that ultimately led to the execution of the king in France, though the most people at the time did not anticipate this outcome. How and why did this happen? അതായത് ഈ അധിക ആളുകളും അങ്ങനെ ചരിത്രകാരന്മാർ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചരിത്രകാരന്മാർ നോക്കിയ സമയത്ത് അവർക്ക് മനസ്സിലാവുന്നത് ഒരുപാട് സംഭവങ്ങളുടെ തുടർച്ചയായിട്ടുണ്ടായതാണ്. ഈ സംഭവങ്ങളൊക്കെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ രാജാവിനെ തന്നെ ഇല്ലാതാക്കുന്ന, രാജാവിനെ തന്നെ കൊലപാതകം നടത്തുന്ന ഒരവസ്ഥയിലേക്ക് എന്ത് ചെയ്തു, അത് എത്തിച്ചേർന്നു എന്നുള്ളതാണ്. മാത്രമല്ല അതൊരിക്കലും ചരിത്രകാരന്മാർക്ക് പോലും അങ്ങനെ ഒരു സംഭവം, ഔട്ട്കം, അങ്ങനത്തെ റിസൾട്ട് ഉണ്ടാകുമെന്ന് ചിന്തിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല എന്ന്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞു വരുന്നത്, പാരീസിൽ ഇങ്ങനെ ആളുകളൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് അവിടുത്തെ ബാസ്റ്റൈൽ കോട്ട തകർക്കുകയും അവിടെയുള്ള വെടിമരുന്നുകളും ഇതൊക്കെ അവർ എടുത്തു കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ അവിടെയുള്ള കമാൻഡറെ കൊന്നു. ഇങ്ങനൊരു സംഭവം എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു കഥയാണ്, അവിടെ നടന്നൊരു സംഭവമാണ്. അത് അതിലേക്ക് നയിച്ചതും അതിലേക്ക് നയിക്കാണ്ടായ കാരണങ്ങളൊക്കെ ചരിത്രകാരന്മാർ അനലൈസ് ചെയ്യാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തേത് എന്താ വെച്ചാൽ ഫ്രഞ്ച് സൊസൈറ്റി ഡ്യൂറിങ് ദ ലേറ്റ് 18th സെഞ്ച്വറി, 18ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ എങ്ങനെയായിരുന്നു ഫ്രഞ്ച് സൊസൈറ്റി എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ ഫ്രഞ്ച് സൊസൈറ്റി 3 തട്ടുകളിലായിരുന്നു. ഒന്ന് ക്ലർജി എന്ന് പറഞ്ഞാൽ ചർച്ചുമായിട്ട് ബന്ധമുള്ള ആളുകളാണ്. രണ്ടാമത്തേത് നൊബിലിറ്റി എന്ന് പറഞ്ഞാൽ കൂടുതൽ ഉന്നതമായ സ്ഥാനങ്ങളിലുള്ള ആളുകളാണ്, ഭരണകൂടവുമായിട്ടൊക്കെ ബന്ധമുള്ള വലിയ ആളുകളാണ് നൊബിലിറ്റി എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരു എസ്റ്റേറ്റ് പറഞ്ഞാൽ ഒരു വിഭാഗം. മൂന്നാമത്തെ വിഭാഗം ബിസിനസ്മാൻ ഉണ്ട്, മെർച്ചൻസ് ഉണ്ട്. അതന്നെ ചെറിയ തട്ടുകളായിരുന്നു. അതിലത്തെ ഒരു തട്ട് വലിയ ബിസിനസ്മാന്, അതുപോലെ തന്നെ വ്യാപാരികൾ, അതൊക്കെ ഉൾക്കൊള്ളുന്ന കോർട്ട് ഒഫീഷ്യൽസ്. ഈ കോർട്ട് ഒഫീഷ്യൽസ് എന്ന് പറഞ്ഞാൽ കോടതിയിലുള്ള ആളുകൾ, അതുപോലെ തന്നെ നിയമപാലകന്മാർ. രണ്ടാമത്തെ വിഭാഗം പെസൻസ്, കർഷകന്മാരായിരുന്നു. അതുപോലെ തന്നെ ആർട്ടിഷ്യൻസ്, അവരൊക്കെ ആയിരുന്നു. പിന്നെ മൂന്നാമത്തെ സ്മാൾ പെസൻസ്, ചെറിയ കർഷകന്മാർ. ഈ ഒരു രീതിയിലാണ് അവരുടെ അത്. അപ്പോൾ ഈ നോബിലിറ്റി ആയിരുന്നു അധിക ഭൂമിയും കയ്യേറിയിരുന്നത്. അതുപോലെ തന്നെ ക്ലർജി, ഇവരൊക്കെയാണ് രാഷ്ട്രത്തിൻ്റെ സമ്പത്തൊക്കെ കൂടുതലായിട്ട് എന്ത് ചെയ്തത്, കയ്യേറിയിരുന്നത്. മറ്റുള്ള ആളുകൾക്ക് വലിയ സ്ഥാനം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഫ്രഞ്ച് സൊസൈറ്റിയുടെ അവസ്ഥ. അപ്പോൾ ഈ സ്വാഭാവികമായും കർഷകരൊക്കെ എന്ത് ചെയ്യും, ഇതിനെതിരെ ഇറങ്ങി പുറപ്പെട്ടു. ഈ ഒരു സമൂഹത്തിലുള്ള തട്ടായിട്ടുള്ളൊരവസ്ഥ, കൂടുതൽ സ്ഥാനം ക്ലർജിമാർക്ക്, നോബിലിറ്റിക്കൊക്കെ ഉണ്ടാവുക എന്നുള്ളതും തേർഡ് എസ്റ്റേറ്റ് സ്ഥാനമില്ല എന്നുള്ളതൊക്കെയാണ് ആളുകളെ ചൊടിപ്പിച്ചത്. അങ്ങനെ 1774 ലൂയി 16 ഓഫ് ദി ബർബൺ ഫാമിലി ഓഫ് ദി കിങ്സ് അസെൻഡഡ് ദ ത്രോൺ ഓഫ് ഫ്രാൻസ്. 1774 ലൂയി 16 ബർബൺ ഫാമിലിയിലെ ലൂയി 16 എന്ത് ചെയ്തു, ഫ്രാൻസിലെ ഭരണച്ചെങ്കോൽ എന്ത് ചെയ്തു, അദ്ദേഹം ഏറ്റെടുത്തു, കിരീടം. ബർബൺ ഫാമിലിയിലാണ് അദ്ദേഹം ഉള്ളത്. ഹി വാസ് 20 years old ആൻഡ് മാരീഡ് ടു ഓസ്ട്രിയൻ പ്രിൻസ് മാരി ആൻ്റോനിറ്റ്. അദ്ദേഹത്തിന് 20 വയസ്സായിരുന്നു. മാത്രമല്ല അദ്ദേഹം എന്ത് ചെയ്തു, ഓസ്ട്രിയൻ രാജകുമാരിയായ മാരി ആൻ്റോനൈറ്റയെ എന്ത് ചെയ്തു, വിവാഹം കഴിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഹിസ് അസഷൻ ദ ന്യൂ കിങ് ഫൗണ്ട് എൻ എംപ്റ്റി ട്രഷറി. അദ്ദേഹം ഭരണം ഏറ്റെടുത്ത സമയത്ത് തന്നെ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത് ഒരു ഒഴിവായ, സമ്പത്തൊന്നുമില്ലാത്ത ഖജനാവായിരുന്നു. ലോങ് ഇയേഴ്സ് ഓഫ് വാർ ഹാഡ് ഡ്രെയിൻഡ് ദ ഫൈനാൻഷ്യൽ റിസോഴ്സ് ഓഫ് ദി ഫ്രാൻസ്. ഒരുപാട് കാലത്തെ യുദ്ധം അത് ഫ്രാൻസിൻ്റെ സാമ്പത്തികമായ സ്രോതസ്സുകളെ ഇല്ലാതാക്കിയിട്ടുണ്ട്, നശിപ്പിച്ചിട്ടുണ്ട്. ആഡഡ് ടു ദിസ് വാസ് ദ കോസ്റ്റ് ഓഫ് മെയിൻറ്റെയിനിങ് ആൻ എക്സ്ട്രാവഗൻ കോർട്ട് അറ്റ് ദ ഇമ്മൻസ് പാലസ് ഓഫ് ദി വെർസൈൽസ്.
വെർസൈൽസ് എന്നുള്ള ആ കൊട്ടാരം, അതാണ് പാരീസിലെ കൊട്ടാരം. ആ കൊട്ടാരത്തിൽ ഒരു കോർട്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്, ഒരു കോടതി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതും വളരെ വിലപിടിപ്പുള്ള, വളരെ സാമ്പത്തികമായ നഷ്ടം ഉള്ള ഒരു കാര്യമായിരുന്നു. അണ്ടർ ലൂയി 16 ഫ്രാൻസ് ഹെൽപ്ഡ് ദ 13 അമേരിക്കൻ കോളനീസ് ടു ഗെയിൻ ദെയർ ഇൻഡിപെൻഡൻസ്. അതായത് ഈ പാരീസിലെ വാർസൈൽ എന്ന സ്ഥലത്ത് ആ കൊട്ടാരത്തിലുള്ള രാജകൊട്ടാരം അത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതിന് നല്ല ചിലവ് അത്യാവശ്യമായിട്ട് വന്നിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അണ്ടർ ലൂയി 16, അങ്ങനെ ലൂയി 16ൻ്റെ നേതൃത്വത്തിൽ ഫ്രാൻസ് ഹെൽപ്ഡ് 13 അമേരിക്കൻ കോളനീസ് ടു ഗെയിൻ ദെയർ ഇൻഡിപെൻഡൻസ് ഫ്രം കോമൺ എനിമി ബ്രിട്ടൻ്റെയും അമേരിക്കയുടെയും ഫ്രാൻസിൻ്റെയും അമേരിക്കയുടെയും പൊതുശത്രുവായ ബ്രിട്ടനിൽ നിന്നും മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കൻ കോളനികളെ ആര് സഹായിച്ചിരുന്നു? ഫ്രാൻസ് സഹായിച്ചിരുന്നു. അതായത് അന്നത്തെ കാലത്ത് ബ്രിട്ടൻ എന്ത് ചെയ്തു, കുറേ സ്ഥലത്ത് ആധിപത്യം ചെലുത്തിയിരുന്നു. അപ്പോൾ ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ശത്രുത ഉണ്ടായിരുന്നത് കാരണത്താൽ എന്ത് ചെയ്തു, ഫ്രാൻസ് ഓരോ സമയത്തും ആരെ സഹായിച്ചിരുന്നു? ഈ അമേരിക്കൻ കോളനികളെ സഹായിച്ചിരുന്നു എന്നുള്ളതാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ സഹായിച്ചിരുന്നു എന്നുള്ളത് നമുക്കൊക്കെ അറിയാലോ. ഈ മാഹിയിൽ ഫ്രാൻസുകാരായിരുന്നു ഉണ്ടായിരുന്നത്, അവരും ബ്രിട്ടീഷുകാരും തമ്മിൽ എപ്പോഴും ക്ലാഷ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ അണ്ടർ ലൂയി 16 ഫ്രാൻസ് ഹെൽപ്ഡ് 13 അമേരിക്കൻ കോളനീസ് ടു ഗെയിൻ ദെയർ ഇൻഡിപെൻഡൻസ് ഫ്രം ദി കോമൺ എനിമി ബ്രിട്ടൻ. ദ വാർ ആഡഡ് മോർ ദാൻ $1 billion ടു എ ഡെപ്റ്റ് ദാറ്റ് ഹാഡ് ആൾറെഡി റൈസൺ ടു മോർ ദാൻ $2 billion. അതായത് ലിവറസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഇതാണ്, യൂണിറ്റ് ഓഫ് കറൻസി ഇൻ ഫ്രാൻസ് ഡിസ്കണ്ടിന്യൂഡ് ഇൻ 1794 വരെ നിലനിന്നിരുന്ന ഒരു നമ്മളിപ്പോൾ ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്നത് പോലുള്ളൊരു എമൗണ്ടാണ് ഫ്രാൻസിലുള്ള ലിവറസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ യുദ്ധം കാരണത്താൽ, അപ്പോൾ ബ്രിട്ടനെതിരെയുള്ള യുദ്ധം കാരണത്താൽ $1 billion, $1 billion എന്ന് പറഞ്ഞാൽ 10 ലക്ഷം എന്ന് പറഞ്ഞാൽ, 1 million എന്ന് പറഞ്ഞാൽ 10 ലക്ഷം, ബില്യൺ എന്ന് പറഞ്ഞാൽ എത്ര കോടി ലിവറസ് എന്ത് ചെയ്തു, അവർക്ക് കടമായിട്ടുണ്ടായിരുന്നു. അത് ദ വാർ ആഡഡ് മോർ ദാൻ $1 billion. അപ്പോൾ അവർക്ക് ആദ്യമേ കടമുണ്ടായിരുന്ന 2 ബില്യണേക്കാൾ കൂടുതൽ ബില്യൺ എന്ത് ചെയ്തു, അവർക്ക് കടം കൂടുതലായി ഉണ്ടായി എന്നുള്ളതാണ്. ലെൻഡേഴ്സ് ഹു ഗേവ് ദ സ്റ്റേറ്റ് ക്രെഡിറ്റ് നോ ബിഗാൻ ടു ചാർജ് 10% ഇൻട്രസ്റ്റ് ഓൺ ലോൺസ്. ഈ ലെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ കടം വാങ്ങിയ ആളുകൾ, കടം കൊടുക്കുന്ന ആളുകൾ, ഹൂ ഗേവ് ദ സ്റ്റേറ്റ് ക്രെഡിറ്റ്, ഈ ഭരണകൂടത്തിന് കടം കൊടുക്കുന്ന ആളുകൾ, അവർ എന്ത് ചെയ്തു, നോ ബിഗാൻ ടു ചാർജ് 10% ഇൻട്രസ്റ്റ് ഓൺ ദി ലോൺസ്, കടങ്ങളുടെ മേലിൽ 10% പലിശ ചുമത്താൻ തുടങ്ങിയെന്ന്. അപ്പോൾ കടം കൊടുത്ത ആളുകൾ എന്ത് ചെയ്തു, അവർ 10% പലിശ അധികം എന്ത് ചെയ്തു, ചുമത്താൻ തുടങ്ങി. അതും ഭരണകൂടത്തിന് വലിയ തലവേദന സൃഷ്ടിച്ചു. സോ ദ ഫ്രഞ്ച് ഗവൺമെൻറ് വാസ് ഒബ്ലൈജ്ഡ് ടു സ്പെൻഡ് ആൻ ഇൻക്രീസിങ് % ഓഫ് ഇറ്റ്സ് ബജറ്റ് ഓൺ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് അലോൺ. അപ്പോൾ പലിശയ്ക്ക് വേണ്ടി മാത്രം എന്ത് ചെയ്തു, വലിയൊരു എമൗണ്ട് ഫ്രഞ്ച് സർക്കാരിന് ചെലവഴിക്കേണ്ടി വന്നു. ടു മീറ്റ് ഇസ് റെഗുലർ എക്സ്പെൻസസ് സച്ച് ആസ് ദ കോസ്റ്റ് ഓഫ് മെയിൻറ്റെയിനിങ് ആൻ ആർമി, ദ കോർട്ട്, റണ്ണിങ് ഗവൺമെൻറ് ഓഫീസസ് ഓർ യൂണിവേഴ്സിറ്റീസ്, ദ സ്റ്റേറ്റ് വാസ് ഫോഴ്സ്ഡ് ടു ഇൻക്രീസ് ടാക്സസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ സാമ്പത്തികമായ ഞെരുക്കം ഫ്രാൻസിന് അനുഭവപ്പെട്ട സമയത്ത് സാധാരണഗതിയിലുള്ള ചെലവുകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ, മെയിൻറ്റെയിനിങ് ആൻ ആർമി, ഒരു സൈന്യത്തെ മുന്നോട്ട് കൊണ്ടുപോകണം, അതുപോലെ തന്നെ കോടതി, അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫീസുകൾ, യൂണിവേഴ്സിറ്റികളൊക്കെ മുന്നോട്ട് പോകണമെങ്കിൽ സ്വാഭാവികമായും അമിതമായ ടാക്സ് ഈടാക്കേണ്ടതായി വന്നു. യെറ്റ് ഈവൻ ദീസ് മെഷർ വുഡ് നോട്ട് ഹാവ് സഫൈസ്ഡ്. മാത്രമല്ല ഇതിനൊന്നും സ്വാഭാവികമായിട്ടും ഇതിനൊന്നുള്ള പൈസ അവരുടെ അടുത്ത് എന്ത് ചെയ്തിട്ടില്ല. ഈവൻ ദീസ് മെഷർ വുഡ് നോട്ട് ഹാവ് സഫൈസ്ഡ്. ഫ്രഞ്ച് സൊസൈറ്റി ഇൻ 18th century വാസ് ഡിവൈഡഡ് ഇൻ ടു. അപ്പോൾ ഇത്തരം ആവശ്യങ്ങൾക്കുള്ള പൈസയൊന്നും ആർക്കുണ്ടായിരുന്നില്ല, ഈ ഫ്രഞ്ച് സർക്കാരിന് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഇതിന് പുറമെ ഫ്രഞ്ച് സൊസൈറ്റി ഇൻ 18th century വാസ് ഡിവൈഡഡ് ഇൻ ടു 3 estates. 18ാം നൂറ്റാണ്ടിൽ 3 എസ്റ്റേറ്റുകളിലായിട്ട്, 3 തട്ടുകളിലായിട്ട് അവർ തരംതിരിക്കപ്പെട്ടവരായിരുന്നു. ആൻഡ് വൺലി മെമ്പേഴ്സ് ഓഫ് ദി തേർഡ് എസ്റ്റേറ്റ് പെയ്ഡ് ടാക്സ്. ഈ മൂന്നാമത്തെ തേർഡ് എസ്റ്റേറ്റ് മാത്രമാണ് ടാക്സ് അടച്ചിരുന്നത്, വേറെയുള്ളവരൊന്നും ടാക്സ് അടച്ചിരുന്നില്ല. ദ സൊസൈറ്റി ഓഫ് എസ്റ്റേറ്റ്സ് വാസ് എ പാർട്ട് ഓഫ് ഫ്യൂഡൽ സിസ്റ്റം ദാറ്റ് ഡേറ്റഡ് ബാക്ക് ടു ദി മിഡിൽ ഏജ്. എസ്റ്റേറ്റ് എന്നുള്ളൊരു സംവിധാനം, ഇങ്ങനെ 3 എസ്റ്റേറ്റായിട്ട് തിരിക്കുക എന്നുള്ളൊരു സംവിധാനം അത് ഉണ്ടായത് മിഡിൽ ഏജ്,
മിഡിൽ ഏജിലേക്ക് അതിൻ്റെ ചരിത്രം നീളുന്നുണ്ട് എന്നുള്ളതാണ്. ഡേറ്റഡ് ബാക്ക് ടു ദി മിഡിൽ ഏജ്, അതായത് മധ്യകാലഘട്ടത്തിലേക്ക്. ദ ടേം ഓൾഡ് റെജീം ഈസ് യൂഷ്വലി യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ സൊസൈറ്റി ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഫ്രാൻസ് ബിഫോർ 1789 മുമ്പുള്ള ഫ്രാൻസിലെ അവസ്ഥ അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഈ ലൂയി 16 ഭരണകാലഘട്ടത്തൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ത്, ഈ അതിന് പറയുന്ന പേരാണ് ഓൾഡ് റെജീം എന്നത്. അപ്പോൾ ഈ ഫിഗറിലുള്ളത് എന്താണ്, അവരുടെ ഫ്രഞ്ച് സൊസൈറ്റി എങ്ങനെയാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതിൻ്റെ രൂപമാണ്. പെസൻസ് മെയ്ഡ് അപ്പ് ഓഫ് എബൌട്ട് 90% ഓഫ് ദി പോപ്പുലേഷൻ, 90% കർഷകരായിരുന്നു. ഹൗ എവർ വൺലി എ സ്മാൾ മെമ്പർ ഓഫ് ദം ഓൺഡ് ദ ലാൻഡ് ദേ കൾട്ടിവേറ്റഡ്, വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഭൂമി ഉണ്ടായിരുന്നുള്ളൂ. എബൌട്ട് 60% ഓഫ് ദി ലാൻഡ് വാസ് ഔൺഡ് ബൈ നോബിൾസ്, ദ ചർച്ച് ആൻഡ് അതർ റിച്ചർ മെമ്പർ ഓഫ് ദി തേർഡ് എസ്റ്റേറ്റ്. ഈ 60% ഭൂമിയും മൂന്നാം എസ്റ്റേറ്റിലെ വളരെ പൈസക്കാരായ ആളുകളും ചർച്ചും ഒക്കെയായിരുന്നു കൈയടക്കിയിരുന്നത്. ദ മെമ്പേഴ്സ് ഓഫ് ദി ഫസ്റ്റ് 2 എസ്റ്റേറ്റ്സ്, ദാറ്റ് ഈസ് ദ ക്ലർജികളും ആൻഡ് ദ നൊബിലിറ്റി പറഞ്ഞാലും ഉന്നത സ്ഥാനമുള്ള ആളുകളും എൻജോയ്ഡ് സെർട്ടൈൻ പ്രിവിലേജസ് ബൈ ബർത്ത്, അവർ ജന്മം കൊണ്ട് തന്നെ ഒരുപാട് ആനുകൂല്യങ്ങൾ അവർ കൈപ്പറ്റിയിരുന്നു. എൻജോയ്ഡ് സെർട്ടൈൻ പ്രിവിലേജസ് എന്ന ആനുകൂല്യങ്ങൾ ബൈ ബർത്ത്, ജന്മം കൊണ്ട് തന്നെ. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓഫ് ദീസ് വാസ് ദ എക്സംഷൻ ഫ്രം പേയിങ് ടാക്സസ് ടു ദി സ്റ്റേറ്റ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആനുകൂല്യം എന്ന് പറഞ്ഞാൽ ടാക്സ് അടക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. എക്സംഷൻ എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു നിൽക്കൽ, ഫ്രം പേയിങ് ടാക്സസ് ടു ദി സ്റ്റേറ്റ്. ദ നോബിൾ ഫർദർ എൻജോയ്ഡ് ഫ്യൂഡൽ പ്രിവിലേജസ്. ഈ നോബിൾസ് പറഞ്ഞാൽ വലിയ ഭൂമി ഉടമകളൊക്കെയാണ്. അവർക്ക് എന്ത് ചെയ്തിരുന്നു, ഫ്യൂഡൽ പ്രിവിലേജസ്. ഫ്യൂഡൽ എന്ന് പറഞ്ഞാൽ എന്ത്, ഒരു ഭൂമി ഉണ്ടാക്കുക, കുറേ കർഷകന്മാരുണ്ടാവും, ആ കർഷകന്മാരുടെ അടുത്ത് നിന്നൊക്കെ പൈസ കൈപ്പറ്റാനുള്ള അങ്ങനത്തെ അവകാശം അവർക്കുണ്ടായിരുന്നു. ദീസ് ഇൻക്ലൂഡഡ് ഫ്യൂഡൽ ഡ്യൂസ്. അപ്പോൾ ഈ നോബിൾസിന് എന്ത് ചെയ്യും, ഫ്യൂഡൽ ഡ്യൂസ്, കർഷകന്മാർ കൊടുക്കുന്ന ദാനങ്ങൾക്കാണ് ഫ്യൂഡൽ ഡ്യൂസ് എന്ന് പറയുന്നത്. വിച്ച് ദ എക്സ്ട്രാക്റ്റഡ് ഫ്രം ദി പെസൻസ്, അവർ കർഷകന്മാരിൽ നിന്നും അവരെടുത്തിട്ടുണ്ട്. അപ്പോൾ നോബിൾസിന് ഒരു വലിയ ഭൂമിയുടെ വാക്താക്കളായതുകൊണ്ട് കർഷകന്മാർ അവർക്ക് പലതും കൊടുക്കും. ദീസ് ഇൻക്ലൂഡഡ് ഫ്യൂഡൽ peasants were obliged to render services to the lord and to work his household. അപ്പോൾ കർഷകന്മാരോട് എന്ത് ചെയ്തു, വലിയ ഭൂവുടമകളുടെ തോട്ടത്തിലൊക്കെ വർക്ക് ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ടിരുന്നു. മാത്രമല്ല റോഡുകൾ ഉണ്ടാക്കുന്നതിലും സൈന്യങ്ങളിലൊക്കെ ചേരാൻ അവരോട് നിർബന്ധിപ്പിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ദ ചർച്ച് ടു എക്സ്ട്രാക്റ്റഡ് ഇറ്റ്സ് ഷെയർസ് ഓഫ് ടാക്സസ് കാൾഡ് ടൈറ്റ്സ് ഫ്രം ദി പെസൻസ്. കർഷകന്മാരിൽ നിന്നും ടീത്തുകൾ എന്ന് പറയുന്ന കുറച്ച് സാധനങ്ങൾ അവരും കൈപ്പറ്റിയിരുന്നു. ആൻഡ് ഫൈനലി ആൾ മെമ്പേഴ്സ് ഓഫ് ദി തേർഡ് എസ്റ്റേറ്റ് ഹാഡ് ടു പേ ടാക്സസ് ടു ദി സ്റ്റേറ്റ്. മാത്രമല്ല ഇതിന് പുറമെ തേർഡ് എസ്റ്റേറ്റിലുള്ള എല്ലാ ആളുകൾക്കും സ്റ്റേറ്റിനും, അതായത് ഭരണകൂടത്തിനും എന്ത് കൊടുക്കണം, ടാക്സ് കൊടുക്കണം. ദീസ് ഇൻക്ലൂഡഡ് എ ഡയറക്റ്റ് ടാക്സ് കാൾഡ് ടൈലി എന്ന് പറയുന്ന ഒരു ഡയറക്റ്റ് ടാക്സ് ഉണ്ടായിരുന്നു, അത് നേരിട്ട് കൊടുക്കുന്ന ടാക്സ്. ആൻഡ് നമ്പർ ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് വിച്ച് വെർ ലെവീഡ് ഓൺ ദി ആർട്ടിക്കിൾ ഓഫ് എവറി ഡേ കൺസപ്ഷൻസ് ലൈക്ക് സാൾട്ട് ഓർ ടുബാക്കോ. അതായത് മാത്രമല്ല ഒരു ഡയറക്റ്റ് ആയിട്ട് കൊടുക്കേണ്ട ഒരു ടാക്സ് ഉണ്ടാവും, അതിന് പുറമെ ഇൻഡയറക്റ്റ് ആയിട്ട് വേറെ പല നിലക്കും അവരുടെ ചരക്കിൻ്റെ മേലിൽ വരുന്ന അങ്ങനത്തെ കുറേ ടാക്സുകൾ ഉണ്ടാവും. അതായത് നമ്പർ ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് വിച്ച് വെർ ലെവീഡ് ഓൺ ആർട്ടിക്കിൾസ് ഓഫ് എവറി ഡേ കൺസപ്ഷൻ, എന്നും നിർമ്മിക്കപ്പെടുന്ന കമ്പോളം, അതിൽ നിന്നും ഇതുപോലെ ഉപ്പ് പോലെ അല്ലെങ്കിൽ ടുബാക്കോ പറഞ്ഞാൽ പുകയില, ഇതൊക്കെ വിറ്റാൽ അതിന് കുറച്ച് ടാക്സ് എന്ത് ചെയ്യും, അതിൻ്റെ പേരിലും ഭരണകൂടം എടുത്തിരുന്നു എന്ന്. അപ്പോൾ സ്വന്തമായിട്ടും കൊടുക്കണം, അതിൻ്റെ പേരിലും എടുത്തിരുന്നു. ദ ബർഡൻ ഓഫ് ഫൈനാൻസിങ് ആക്ടിവിറ്റീസ് ഓഫ് ദി സ്റ്റേറ്റ് ത്രൂ ടാക്സസ് വാസ് ബോൺ ബൈ ദ തേർഡ് എസ്റ്റേറ്റ് അലോൺ. ഇപ്പോൾ ഈ ടാക്സ് കൊടുക്കേണ്ട മുഴുവൻ ഉത്തരവാദിത്വം ഈ തേർഡ് എസ്റ്റേറ്റാണ് എന്ത് ചെയ്തത്, നിർവഹിക്കേണ്ടി വന്നിരുന്നത് എന്ന്. അപ്പോൾ അങ്ങനെയാണ് ഫ്രാൻസിൽ ഈ പ്രശ്നം ഉണ്ടാകുന്നത്.